ഹലോ ഫ്രണ്ട്സ്, ഐശ്വൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൊച്ചു വീഡിയോ ആണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണ് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻവശത്താണ് കേട്ടോ. നാലമ്പലത്തിന് പുറത്താണ്. ക്യൂ നിന്നിട്ട് ഉള്ളിൽ കയറി ഭഗവാനെ കണ്ടു തൊഴുതു. എന്നിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. എപ്പോഴും അവിടെ തിരക്ക് തന്നെയാണ്. വിശേഷ ദിവസം ആകുമ്പോൾ പിന്നെ പറയാനില്ല, ഒരുപാട് നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ കാഴ്ചകളാണ് ഇത്. ഹരേ കൃഷ്ണ. എന്നാൽ നമുക്ക് ഇന്ന് നമ്മുടെ കൊച്ചു വീഡിയോ ആയ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഗുരുവായൂർ അമ്പലത്തിലെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളം, വലിയൊരു ക്ഷേത്രക്കുളം തന്നെ ഉണ്ട് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോയവർക്കൊക്കെ അറിയാം. ക്ഷേത്രക്കുളത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു ചെറിയൊരു പ്രതിമ നമുക്ക് കാണാം.
ഗുരുവായൂരിലെ അടുത്ത അതിമനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂരിൽ നിന്നും 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആനക്കോട്ടയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ടയാണിത് കേട്ടോ. ആനകളുടെ തറവാട് എന്ന് തന്നെ നമുക്ക് ഇതിന് വിശേഷിപ്പിക്കാം. ഒരുപാട് ആനകൾ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 40-ൽ കൂടുതൽ ആനകൾ എന്തായാലും ഇവിടെ കാണാമെന്ന്. പിന്നെ ആനത്താവളത്തിന് അടുത്ത് തന്നെയായി അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ആനകൾ കുളിക്കുന്നത്. അതിനാണ് ആ കുളം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു, അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചുറ്റി നടന്നാൽ ഒരുപാട് ആനകളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മഞ്ജുലാൽ കാണാനാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മുൻവശത്തായിട്ട് നമുക്ക് ഒരു ഗരുഡനെയും കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ വന്ന് ഒത്തിരി പേര് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്, ഗരുഡൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇതും കൂടെ പോയിട്ടൊന്ന് കാണണം കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. റോഡിൻ്റെ നടുവിലായിട്ട് മുൻവശത്ത് ഒരു നല്ല വലിയൊരു ഗരുഡൻ്റെ പ്രതിമയാണിത് കേട്ടോ. ഇതും ഗുരുവായൂരിലെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ, മഞ്ജുലാൽ. ആ ഗരുഡൻ്റെ മുൻവശത്തായിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് അവിടെ എന്താ പറയുക, വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് കണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഗുരുവായൂരിലെ അടുത്ത അതിമനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ കാണുന്നത് തന്നെയാണ് കേട്ടോ, മരപ്രഭു. ഇതാണ് അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗുരുവായൂരിലെ ഇത്. മരപ്രഭുയുടെ പ്രതിമയാണ് കേട്ടോ കാണുവാൻ സാധിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഡീറ്റെയിൽസൊക്കെ ചെറിയ ചെറിയ ബോർഡുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഗജരാജൻ കേശവൻ്റെയും ഗജരാജൻ പത്മനാഭൻ്റെയും പ്രതിമ കാണാം. നിരവധി VIP-കളൊക്കെ താമസിക്കുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് ഇടതുവശത്തായിട്ടാണ് മരപ്രഭുവിൻ്റെ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ പ്രതിമകളിൽ ഒന്നാണ് ഈ മരപ്രഭു പ്രതിമ എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതാ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് രസമായിട്ടാണല്ലേ. അടുത്തു തന്നെയായിട്ട് 2 ആനകളുടെ പ്രതിമയും നമുക്ക് കാണാം. അത് കേശവനും പത്മനാഭനുമാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ മറക്കില്ലേ. നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇതൊക്കെ കാണണം കേട്ടോ. എൻ്റെ ഇന്നത്തെ ഗുരുവായൂർ അമ്പലത്തിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.